ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ചാപ്റ്ററിൽ കുറച്ച് ഭാഗം ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ 10ാമത്തെ പാരഗ്രാഫ് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 11ാമത്തെ പാരഗ്രാഫ് മുതലാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ സെൽമ ലാഗർലോഫിൻ്റെ എന്തായിരുന്നു എക്സ്പീരിയൻസസ് ആയിരുന്നു അല്ലേ. സെൽമ ലാഗർലോഫിന് എന്താണ്, അവൾ ഈ നിലയിലെത്താൻ കാരണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ഓൾ നാച്ചുറിനോടും എന്തുണ്ട്, അവൾക്ക് ഡെപ്റ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ നിർത്തിയായിരുന്നത് അല്ലേ. അപ്പോൾ നോക്കി 11ാമത്തെ പാരഗ്രാഫ് മുതൽ നോക്കി. ഫാദർ വിൽ ബി ആസ് കെയർ ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആസ് ഹി യൂസ്ഡ് ടു ബി. നെവർ ഫിയർ ചൈൽഡ്, ദർ ഈസ് എ റെമഡി ഫോർ യുവർ ട്രബിൾ. അപ്പോൾ എന്താ അവിടെ ഫാദർ പറയുന്നത്? ഇതെല്ലാം ഫാദറിനോട് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ആൾ എന്ത് ചെയ്യാണ്, വളരെ കാമായിട്ട് കെയർ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നെവർ ഫിയർ, നീ ഒരു കാര്യത്തിലും എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട എൻ്റെ ചൈൽഡ്. ദർ ഈസ് എ റെമഡി ഫോർ യുവർ ട്രബിൾ, നീ ഇന്ന് അനുഭവിക്കുന്ന ട്രബിൾ എന്താണ്, എന്തിനൊക്കെ അല്ലെങ്കിൽ അവൾക്ക് ഈ ഒരു നേട്ടം കൈവരിച്ച് അല്ലെങ്കിൽ നേട്ടം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ഉള്ള ഡെപ്റ്റ് അല്ലേ, എല്ലാത്തിനോടുള്ള ഡെപ്റ്റ് അവൾ എങ്ങനെ തീർക്കും എന്നതായിരുന്നു അവളുടെ ഒരു ട്രബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രബിളിനുള്ള എന്താണ് ഒരു റെമഡി, ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് അച്ഛൻ പറയുകയാണ്. ഐ ഡോണ്ട് തിങ്ക് ഫാദർ അല്ലേ, അതൊന്നുമല്ല, ദാറ്റ് യു റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ഫോർ മീ അല്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എത്ര ഹാർഡായിട്ടുള്ള കാര്യമാണിത് എന്നത്. ഐ ആം ആൾസോ ഇൻ ഡെപ്റ്റ് ടു മൈ റീഡേഴ്സ്, എനിക്ക് എന്താണ് എൻ്റെ റീഡേഴ്സിൻ്റെ അടുത്ത് വളരെയധികം എന്താണ് കടപ്പാടുണ്ട്. What would have become of me if no one had wanted to read my books അല്ലേ. എന്താണ്, ഇവർ ആരും തന്നെ, ഈ റീഡേഴ്സ് ആരും തന്നെ എൻ്റെ പുസ്തകം വായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തുമായിരുന്നു. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ അല്ലേ. എന്താണ്, ആരും എൻ്റെ പുസ്തകം വായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തുമായിരുന്നു, അല്ലെങ്കിൽ ആരും എനിക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു കാര്യം പോലും എന്ത് ചെയ്തിരുന്നില്ല, എഴുതിയിരുന്നില്ല അല്ലേ. തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ട് ആരും ഫോറിനേഴ്സ് ഒന്നും തന്നെ എന്ത് ചെയ്തിരുന്നില്ല, വർക്ക് ചെയ്തിരുന്നില്ല. ഐ ഓവ് ദം ഗ്രാറ്റിറ്റ്യൂഡ്, എനിക്ക് അവരോട് എന്തുണ്ട്, വളരെയധികം നന്ദിയുണ്ട്. ഫാദർ ബോത്ത് ഫോർ ദെയർ പ്രൈസ് ആൻഡ് ഫോർ ദെയർ സെൻഷ്യർ അല്ലേ, നിങ്ങളുടെ എന്താണ് പ്രെയറിൽ അവരെയും കൂടെ എന്ത് ചെയ്യണമെന്ന് പറയുകയാണ്, ആഡ് ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ. യെസ് ഫാദർ വിൽ സേ, ശരി എന്ന് പറഞ്ഞു. ആൻഡ് ഐ ഷാൾ സീ ഹിം ലുക്ക് എ ലിറ്റിൽ ലെസ് കാം അല്ലേ. എന്നിട്ട് എന്താണ്, വളരെ കാമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. റിമെമ്പർ ഓൾ ഹു ഹാവ് ഹെൽപ്ഡ് മീ അല്ലേ, ഓർക്കണം എല്ലാവരും എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ ഷാൾ സേ, ഞാൻ പറഞ്ഞു. തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് അല്ലേ, എന്താണ് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് എൻ്റെ അത്രയും എന്താണ് വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്താണ്. എന്താ സുഹൃത്തിൻ്റെ പേര് അവിടെ പറയുന്നത് നോക്കിയേ, SL ഡേ കേട്ടോ. SL ഡേ എന്ന സുഹൃത്താണ് അവളെ എന്ത് ചെയ്തത്, സഹായിച്ചിട്ടുള്ളത്. ഹു ട്രൈഡ് ടു ഓപ്പൺ ഡോർസ് ഫോർ മീ വെൻ നോ വൺ ഡെയർ ടു ബിലീവ് ഇൻ മീ അല്ലേ. അവൾ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നിലയിലെത്താൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ വാതിൽ തുറന്ന് തന്നില്ലായിരുന്നുവെങ്കിൽ ആരും തന്നെ എൻ്റെ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കില്ലായിരുന്നു. No one dare to believe in me. All the love that has come to me അല്ലേ, എനിക്ക് ആരുടെയും സ്നേഹം എന്താണ് വരില്ലായിരുന്നു, കിട്ടില്ലായിരുന്നു. The honors, the distinction, ഈ അംഗീകാരവും കിട്ടില്ല. എന്താണ് അവൾക്ക് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ആണെങ്കിലും ഈ ഹോണർ, അംഗീകാരവും ബഹുമതിയും ഒന്നും തന്നെ കിട്ടില്ലായിരുന്നു. ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് നൗ ദാറ്റ് ഐ ഹാഡ് ടു കം ടു യു ടു ആസ്ക് ഹൗ സച്ച് ഡെപ്റ്റ്സ് ക്യാൻ ബി പെയ്ഡ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ത് കാര്യത്തിനാണ് അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. ഹൗ സച്ച് ഡെപ്റ്റ്സ് ക്യാൻ ബി പെയ്ഡ്, ഈ പെയ്ഡ് അല്ലെങ്കിൽ ഈ ഒരു ഡെപ്റ്റ്സ് എല്ലാം ഞാൻ എങ്ങനെയാണ് വീട്ടുന്നത്. And then father has lowered his head and does not look so hopeful anymore. അച്ഛൻ എന്ത് ചെയ്തു, ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഹെഡ് എന്താണ്, തല കുനിക്കുകയാണ്. ഐ അഗ്രി ഡോട്ടർ, ഞാൻ എന്താണ് ഇതിനോടെല്ലാം തന്നെ യോജിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു ബട്ട് ഷുവർലി ദർ ഈസ് നത്തിങ് മോർ യു ഓവ് എനി വൺ അല്ലേ. എന്താണ്, നിനക്ക് എല്ലാത്തിനോടും എന്തുണ്ട്, ഒരു ഡെപ്റ്റ് ഉണ്ട് അല്ലേ, പക്ഷെ എനിക്ക് നിന്നെ ഇതിനെ സഹായിക്കാൻ എന്താണ് പറ്റത്തില്ല, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കാര്യം അച്ഛൻ പറയുകയാണ്. യെസ് ഫാദർ, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട് ഇനഫ് ടു ബെയർ ഓൾ ദാറ്റ് ഐ ഓവ്ഡ് ബിഫോർ അല്ലേ. എന്താണ്, ശരിയാണ് അച്ഛാ, എനിക്കറിയാം എല്ലാവരോടുമുള്ള കടം തീർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ബട്ട് മൈ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ് ഹാസ് നോട്ട് യെറ്റ് കം അല്ലേ, എൻ്റെ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആ ഒരു കടം എന്താണ്, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് ടു കം ടു യു ഫോർ അഡ്വൈസ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു അഡ്വൈസിന് വേണ്ടിയിട്ടാണ്.
ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓവ് സ്റ്റിൽ മോർ. എനിക്കിനി മനസ്സിലാവുന്നില്ല നീ എന്ത് കടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫാദർ വിൽ സേ, ഓ യെസ് ഐ വിൽ റിപ്ലൈ ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. എന്നിട്ട് എന്ത് ചെയ്യാണ് അവൾ? ഓ യെസ് ശരിയാണ്, ഇല്ല എന്തിന് വന്നിട്ടാണെന്നുള്ള കാര്യം അവൾ പറഞ്ഞിട്ടില്ല. ഓ യെസ് ശരിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം അവൾ എന്ത് ചെയ്തു? ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. അവൾ അച്ഛനോട് എന്ത് ചെയ്യാണ്? അവൾ വന്നിട്ടുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുവാണ് കേട്ടോ. ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദ അക്കാദമി. ഇവിടെ അക്കാദമി എന്ന് യൂസ് ചെയ്യുന്നത് അവൾക്ക് ആ അവാർഡ് കിട്ടിയ കാര്യമാണ് കേട്ടോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിനക്ക് ഈ അവാർഡ് കിട്ടി എന്നത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഫാദർ വിൽ സേ ബട്ട് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സീയിങ് മൈ ഫേസ്. അച്ഛൻ എന്താണ് ഇത് പറഞ്ഞിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഹി വിൽ നോ ഇറ്റ് ഈസ് ഓൾ ട്രൂ. എൻ്റെ മുഖത്ത് നോക്കിയതും അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ പറഞ്ഞതെല്ലാം തന്നെ എന്താണ് സത്യമായിട്ടുള്ള കാര്യമാണ്, ബിലീവ് ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ദെൻ എവറി റിങ്കിൾ ഇൻ ഹിസ് ഫേസ് വിൽ ട്രെമ്പിൾ ആൻഡ് ടീയേഴ്സ് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. ഇത് കേട്ടതും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് എന്താണ് വളരെ ആനന്ദകരമായിട്ടുള്ള കണ്ണുനീരാണ് വന്നത്. തിങ്ക് ഫാദർ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഹോണർ ആൻഡ് മണി, ദേ ആർ ബെസ്റ്റ് ഓവിങ് ഓൺ മീ. അല്ലേ, എന്താണ് ചിന്തിക്കൂ അച്ഛാ, ഇതെന്തല്ല എനിക്ക് മണി അല്ലേ, മണി കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഹോണർ അല്ല എന്ന് പറയുകയാണ്. ദേ ഹാവ് ഷോൺ ദാറ്റ് ദേ ഹാവ് ട്രസ്റ്റ് ഇനഫ് ഇൻ മീ ടു സിംഗിൾ മീ ഔട്ട് ബിഫോർ ദ ഹോൾ വേൾഡ്. ഈ ലോകം തന്നെ അല്ലെങ്കിൽ ടോട്ടൽ ലോകം തന്നെ എന്താണ് എന്നെ അംഗീകരിച്ചതിൻ്റെ എന്താണ് എനിക്ക് കിട്ടിയ ബഹുമതിയാണ്, അംഗീകാരമാണ്. ആൻഡ് ഹൗ ഷാൽ ഐ റീപേ ദിസ് ഡെറ്റ്. ഈ കടമെല്ലാം ഞാൻ എങ്ങനെയാണ് വീട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് വീണ്ടും അവൾ. ഫാദർ വിൽ സിറ്റ് ആൻഡ് സ്റ്റിൽ നോ വേർഡ്സ് വിൽ കം ആസ് ഹി തിങ്സ്. അച്ഛൻ എന്താണ് അവിടെ ഇരുന്നു എന്നിട്ട് വളരെയധികം ചിന്തിക്കുകയാണ്, ഒരു വേർഡ്സും പുറത്തേക്ക് പറയാതെ. ദെൻ ഡ്രൈയിങ് ടീയേഴ്സ് ഓഫ് ജോയ് from his eyes, he will bang down his fist on the arm of the rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അച്ഛൻ മിണ്ടാണ്ടിരുന്നു. കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കണ്ണുനീരെല്ലാം തുടച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഇരിക്കുന്ന ആ റോക്കിംഗ് ചെയറിൻ്റെ ഒരു ഹാൻഡിലുണ്ടാവും. അപ്പോൾ ആ ഹാൻഡിൽ അദ്ദേഹം ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, കൈ ഇങ്ങനെ അവിടെ വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് എന്താണ്, എനിക്ക് എന്താണ് നിൻ്റെ ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്തല്ല തരാൻ പറ്റത്തില്ല, ഈ ഹെവനിൽ എന്തില്ല നിൻ്റെ സൊല്യൂഷന്, നിനക്ക് ഈ പറയുന്ന പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്തില്ല ഇവിടെ ഹെവനിലില്ല അല്ലേ. സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്, എർത്തിൽ മാത്രമാണ്. ഐ ആം ടു ഹാപ്പി ദാറ്റ് യു ഹാവ് ബീൻ ഗിവൺ ദ നോബൽ പ്രൈസ് ടു വെറി അബൌട്ട് എനിത്തിങ്. അത് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ അച്ഛൻ പറഞ്ഞു എന്താണ്, ഞാൻ വളരെയധികം സന്തോഷവാനാണ്, നിനക്ക് ഈ ഒരു നോബൽ പ്രൈസ് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ആൻഡ് ടു വെറി അബൌട്ട് എനിത്തിങ്, ഇനി ഒന്നിനെക്കുറിച്ചും ഓർത്തിട്ട് എന്ത് ചെയ്യേണ്ട, ഒരു പേടിയും ഒരു വെറിയുടെ ആവശ്യവുമില്ല എന്നാണ് അച്ഛൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 15th പാരഗ്രാഫ് വരെ എന്തായിരുന്നു, അപ്പോൾ നമുക്ക് 15th പാരഗ്രാഫിൽ നമുക്ക് അവളുടെ ഡ്രീമായിരുന്നു കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് ആയപ്പോൾ നോക്കിയേ, യുവർ മെജസ്റ്റി, യുവർ റോയൽ ഹൈനസ് ആൻഡ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ അല്ലേ. അപ്പോൾ അവൾ എന്ത് ചെയ്യായിരുന്നു, അവൾ അവിടെ പോയിട്ട് ഇങ്ങനെ നമ്മളൊരു അഭിസംബോധന ചെയ്യും അല്ലേ. ഇപ്പോൾ സ്പീച്ചിനാണെങ്കിലും നമ്മളൊരു അഭിസംബോധന കൊടുക്കാറുണ്ട്. ഹാവിങ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ ദാൻ ദിസ് ടു ഓൾ മൈ ക്വസ്റ്റ്യൻസ്. എന്താണ് അവൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറും എന്തായില്ല, അവൾക്ക് കിട്ടിയിട്ടില്ല അല്ലേ. അവളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എങ്ങനെ ഈ ട്രബിളിനൊരു സൊല്യൂഷൻ കണ്ടെത്താമെന്നായിരുന്നു അല്ലേ. ഇറ്റ് ഓൺലി റിമൈൻഡ്സ് ടു മീ ടു ആസ്ക് യു ടു ജോയിൻ മീ ഇൻ ദ ടോസ്റ്റ് വിച്ച് ഐ ഹാവ് ദ ഹോണർ ടു പ്രപ്പോസ് ടു ദ സ്വീഡിഷ് അക്കാദമി. അവൾ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ, സ്വീഡിഷ് അക്കാദമിയോട് അവൾക്ക് എപ്പോഴും എന്താണ്, അവൾക്ക് ഈ അംഗീകാരം കൊടുത്തതിൽ നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ. അവൾ സ്വീഡിഷ് അക്കാദമിയുടെ കൂടെ എന്താണ് ഈ ഒരു നോബൽ പ്രൈസ് വിന്നിങ് ആയതിൽ അവരുടെ കൂടെ എന്താണ് ചേരുന്നു എന്ന് മാത്രമേ അവൾ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചതിൽ എന്തായിരുന്നു, നമ്മുടെ ഒരു സെൽമ ലാഗർലോഫ് എന്ന ഒരു വ്യക്തി അല്ലേ, ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ ആ പേഴ്സൺ ഉള്ള ആ ഒരു എന്താണ് എക്സ്പീരിയൻസ്, ആ നോബൽ പ്രൈസ് മേടിക്കാൻ പോകുന്നതിൻ്റെ എക്സ്പീരിയൻസ് അത് മേടിക്കാൻ, അല്ലെങ്കിൽ അന്ന് ഈ നിലയിലെത്തിയവരോടുള്ള എന്താണ്, അവൾക്ക് എല്ലാവരോടും ഒരു ഡെപ്റ്റ് ഉണ്ട്, നന്ദിയുണ്ട്. അത് എല്ലാവരോടും ഓൾ തിങ്സ് അല്ലെങ്കിൽ ഓൾ വേൾഡിനോട് എന്താണ് അവൾക്ക് ഡെപ്റ്റ് ഉണ്ട് അല്ലേ. എല്ലാ റീഡേഴ്സിൻ്റെ അടുത്തും എല്ലാ നാച്ചുറൽ തിങ്സിൻ്റെ അടുത്തും അങ്ങനെ എല്ലാത്തിൻ്റെ അടുത്തും അവൾക്ക് എന്തുണ്ട്, ഡെപ്റ്റാണ്. അപ്പോൾ അവൾ പറയുകയാണ് ഇതെല്ലാം എങ്ങനെയാണ് വീട്ടുന്നത് അല്ലേ. അപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്, ഇത് പറയാൻ അവൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നായിരുന്നു. അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്, ഇത് പറയാൻ അവൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അവൾ തിങ്ക് ചെയ്തിരുന്നത്. പക്ഷെ അവൾ അച്ഛനുണ്ടായിരുന്നോ, ഇല്ല. പക്ഷെ അവൾ എന്ത് ചെയ്യാണ്, ഒരു ഡേ ഡ്രീമിലൂടെ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നു. ഇതെല്ലാം അവൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നടന്നിരിക്കാം എന്ന് വിചാരിച്ച് അവൾ തിങ്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ.